ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആക്കെ നെക്സ്റ്റ്. ഇറ്റ്സ് മീ ഏഞ്ചൽ. നമ്മുടെ NMMS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ NMMS എക്സാമിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഡെയിലി 1 hour മാത്രം പഠിച്ചാൽ മതി. 4-5 മണിക്കൂറൊന്നും നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ എങ്ങനെ ഈ പറയുന്ന 1 മണിക്കൂർ മാത്രം പഠിച്ച് നമുക്ക് NMMS എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മിസ് പറഞ്ഞ പോലെ 60 മിനിറ്റ് അല്ലെ, 1 മണിക്കൂർ മാത്രം ഡെയിലി പഠിച്ചാൽ മതി. അത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം NMMS എക്സാം 2 സെറ്റ് ആയിട്ടാണ് നടത്തുന്നത്, സാറ്റും അതുപോലെ തന്നെ മാറ്റും. അപ്പോൾ സാറ്റിന് ഡെയിലി ഒരു 20 മിനിറ്റ് മാറ്റി വെക്കുക, അതുപോലെ തന്നെ മാറ്റിന് ഡെയിലി എന്ത് ചെയ്യുക, ഒരു 40 മിനിറ്റ് മാറ്റി വെക്കുക. അങ്ങനെ സാറ്റിനും മാറ്റിനും കൂടി നമ്മൾ 1 hour ഫിക്സ് ചെയ്ത് വെക്കുക. അതിന്റെ സാറ്റിന് 20 മിനിറ്റ് എന്ന് മിസ് പറഞ്ഞു അല്ലേ. അപ്പൊ സാറ്റിൽ നമുക്ക് എന്തൊക്കെയാ വരുന്നത്? സയൻസ് വരുന്നുണ്ട്, സോഷ്യൽ സയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാത്സ് വരുന്നുണ്ട്. അപ്പൊ സാറ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഇപ്പൊ 8ൽ പഠിക്കുന്ന കുട്ടികളാണല്ലേ. അപ്പൊ 8ൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ നിങ്ങൾ 7th പഠിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് സാറ്റിലെ സിലബസിൽ വരിക. അപ്പൊ ഈ 8ൽ നിങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വന്നിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ NMMSനും കൂടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, മൈൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 20 മിനിറ്റ് ആ ടൈമിൽ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളെ NMMSന് എങ്ങനെ യൂസ് ചെയ്ത്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് പണ്ട് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ ക്ലാസ്സിൽ എടുത്ത വിഷയങ്ങൾ വന്ന് പഠിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ 20 മിനിറ്റ് ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പാടുള്ളൂ, വീണ്ടും ആ ടെസ്റ്റ് വായിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ആ നോട്ട്സ്, ഷോർട്ട് നോട്ടുകൾ എടുത്ത് വായിക്കുക. അതിനുശേഷം ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. ഇപ്പൊ മാത്സിന്റെ കേസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ചെയ്യണം എന്ന് പറയുന്നില്ല. ഇന്നിപ്പോ നിങ്ങൾ മാത്സ് ആണെന്നുണ്ടെങ്കിൽ നാളെ എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് എടുക്കുക. അതിന് അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, സയൻസ് എടുക്കുക. അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മാത്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോർമുല പഠിച്ചു. അപ്പോൾ ആ ഫോർമുല ബേസ് ചെയ്ത് വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്ത് ചെയ്യുക, ഡെയിലി ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാറ്റ് ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് നമ്മുടെ മാറ്റ് ആണ്. മാറ്റിൽ നമുക്ക് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് എന്നാണല്ലേ പറയുന്നത്. അതുപോലെ തന്നെ റീസണിങ്ങും ബ്ലഡ് റിലേഷൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, കൂടുതൽ ടൈം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 40 മിനിറ്റ്സ് കൊടുത്ത് അതിന് വേണ്ടി മാത്രം, അതായത് ഓരോ ദിവസവും ഇപ്പൊ നമ്മൾ സയൻസ്, സോഷ്യൽ സയൻസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം വെച്ചില്ല, അതുപോലെ ഇതിനും ഓരോ ടോപ്പിക്സിനും ഡെയിലി ഓരോ ദിവസങ്ങൾ വെച്ചിട്ട് അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്ത് പഠിക്കുക. കാര്യം ഇതിന് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ 1 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് പഠിച്ചാലേ ഈ പറയുന്ന 1 മിനിറ്റിൽ നമുക്ക് ആൻസേഴ്സ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ മാറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ 20 മിനിറ്റ് സാറ്റിനും അതുപോലെ തന്നെ 40 മിനിറ്റ് മാറ്റിനുമായിട്ട് നിങ്ങൾ മാറ്റി വെച്ച് മൊത്തം 1 മണിക്കൂറാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഈ ഒരു 1 മണിക്കൂർ വെച്ച് നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നത് ഡെയിലി ചെയ്യണം. അല്ലാതെ ഇന്ന് ചെയ്ത് നാളെ ചെയ്തില്ല അങ്ങനെയല്ല. ഡെയിലി 1 hour ഈ പറയുന്ന NMMSന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ച് പഠിച്ചു നോക്കൂ കുട്ടികളെ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന NMMS എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും NMMS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ.